ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. സഹോദരന്മാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ലോകമെമ്പാടും ഡിസംബർ 25 യേശുക്രിസ്തുവിൻ്റെ ജനന ദിവസം എന്ന രീതിയിൽ എക്സ്മസ് ആഘോഷിച്ചു വരികയാണ്. അപ്പോൾ ഈ എക്സ്മസ് എന്ന് പറയുന്ന ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ സത്യവേദ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനന ദിവസം ഡിസംബർ മാസത്തിലല്ല, അത് ഒക്ടോബർ മാസത്തിലാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ജനിച്ചത് ഡിസംബറിലല്ല, ഒക്ടോബറിലായിരിക്കും എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ വേദപുസ്തകം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം യേശുക്രിസ്തു ജനിച്ചത് ഡിസംബറിലല്ല എന്നുള്ളതിൻ്റെ കാരണം ഞാനിങ്ങനെ പറയാം. ഒക്ടോബറിലാണ് എന്നുള്ളതിനും ഡിസംബറിലല്ല എന്നുള്ളതിനുമുള്ള കാരണം, അതിന് ഞാൻ ആദ്യം ഒരു വേദവാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ വിശേഷം 3-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. ജനം എല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. അതിനുശേഷം 23-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു സ്നാനമേറ്റതിന് ശേഷമാണ് പ്രവൃത്തി ആരംഭിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു സ്നാനമേറ്റ് പ്രവൃത്തി ആരംഭിക്കുമ്പോൾ യേശുക്രിസ്തുവിന് 30 വയസ്സായിരുന്നു. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു സ്നാനമേറ്റത് 30-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഡിസംബറാണ് യേശുക്രിസ്തുവിൻ്റെ ജനന മാസമെങ്കിൽ യേശുക്രിസ്തുവിന് 30 വയസ്സ് ഒരു ഡിസംബറിൽ തികഞ്ഞു. അപ്പോൾ 30 വയസ്സ് ഡിസംബറിൽ തികഞ്ഞ യേശു ഏതോ ഒരു ഡിസംബറിലാണ് ജനിച്ചത്. അപ്പോൾ ഡിസംബർ മുതൽ ഡിസംബർ വരെയാണ് ഒരു വയസ്സ്. അങ്ങനെ യേശുക്രിസ്തു സ്നാനമേറ്റത് ഡിസംബറിലായിരിക്കണം. അപ്പോൾ യേശുക്രിസ്തു സ്നാനമേറ്റപ്പോൾ 30 വയസ്സാണെങ്കിൽ, യേശുക്രിസ്തു ജനിച്ചത് ഡിസംബറിലാണെങ്കിൽ യേശുക്രിസ്തു സ്നാനമേറ്റതും ഡിസംബറിലായിരിക്കണം. പക്ഷെ ഡിസംബറിൽ യേശുക്രിസ്തു സ്നാനമേൽക്കുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു സ്നാനമേറ്റതിന് ശേഷം യോർദാനിൽ നിന്ന് യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായതിനു ശേഷം യേശുക്രിസ്തു 40 ദിവസം മരുഭൂമിയിലേക്കാണ് പോയത്. അതായത് യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് പോയി 40 ദിവസം യേശുക്രിസ്തു കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു എന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ 40 ദിവസം കാട്ടുമൃഗങ്ങളോടുകൂടെ മരുഭൂമിയിലായിരുന്നു. അപ്പം മരുഭൂമി എന്ന് പറയുന്നത് നിർജ്ജന പ്രദേശമാണ്. നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ ജനവാസമില്ലാത്ത കുറ്റിക്കാടുകൾ നിറഞ്ഞ സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത്. അപ്പം സ്നാനമേറ്റ യേശുക്രിസ്തു 40 ദിവസം മരുഭൂമിയിലായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു ഡിസംബറിലാണ് സ്നാനമേറ്റതെങ്കിൽ, ഈ ഡിസംബർ ആദ്യം മുതൽ ഫെബ്രുവരി ആദ്യം വരെ ശീതകാലമാണ്. അത് ശീതകാലമാണെന്ന് പറയാൻ ഉള്ള കാരണം, യേശുക്രിസ്തു പെസഹ ആഘോഷിച്ചത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ യേശുക്രിസ്തു ആദ്യം പെസഹ ആഘോഷിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ യേശുക്രിസ്തുവിൻ്റെ അമ്മയും യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും കൂടി കവർന്നഹൂമിലേക്ക് പോയി. അവിടെ നിന്ന് യഹൂദന്മാരുടെ പെസഹ ആയതുകൊണ്ട് കവർന്നഹൂമിൽ അധികം നാൾ പാർക്കാതെ യേശു യെരുശലേമിലേക്ക് പോയി. അപ്പോൾ യേശുക്രിസ്തു പെസഹ ആഘോഷിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിന് ശിഷ്യന്മാരുണ്ട്. അപ്പോൾ
യേശുക്രിസ്തു പെസഹ ആഘോഷിക്കുന്നത്, അവരാഘോഷിക്കുന്ന മാസം എന്ന് പറയുന്നത് ആബീബ് മാസമാണ് പെസഹ ആഘോഷിക്കുന്നത്. ഇപ്പം ആബീബ് മാസം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ്. നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ്. അപ്പം മാർച്ച് ഏപ്രിൽ മാസങ്ങൾ എന്ന് പറയുന്നത് എബ്രായ കലണ്ടർ അനുസരിച്ച് ആബീബ് മാസമാണ്. അപ്പം ആബീബ് മാസമാണ് പെസഹ ആഘോഷിക്കുന്നത്. അപ്പം ആബീബ് മാസവും അതിനു മുമ്പുള്ള മാസമായ ആദാർ മാസം, അതിന് വസന്തകാലം എന്ന് പറയും. ഒരു വർഷത്തെ 6 കാലങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതായത് വസന്തം, ഹേമന്തം, ശിശിരം, ശരത്ത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് 6 കാലങ്ങളായിട്ട്, 6 കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ 6 കാലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആബീബ് മാസം എന്ന് പറയുന്നതും ആദാർ മാസം എന്ന് പറയുന്നതും വസന്തകാലമാണ്. അപ്പോൾ അവർ പെസഹ ആഘോഷിച്ചിരുന്നത് വസന്തകാലത്താണ്. അപ്പോൾ വസന്തകാലം ഞാൻ പറഞ്ഞു മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ്. അപ്പോൾ വസന്തകാലത്തിന് മുമ്പുള്ള കാലത്തിന് ശീതകാലം എന്നാണ് പറയുന്നത്. ആ ശീതകാലം തേബേത്ത്, സേബത്ത് എന്നിങ്ങനെ 2 മാസങ്ങളാണ്. അപ്പോൾ ഓരോ ഈ 2 മാസങ്ങളുമാണ് ഓരോ ഋതുക്കൾ അല്ലെങ്കിൽ ഓരോ കാലങ്ങൾ അല്ലെങ്കിൽ സീസൺ എന്ന് പറയും. അപ്പോൾ 2 മാസം ഒരു സീസൺ, പിന്നെ 2 മാസം ഒരു സീസൺ, അങ്ങനെ ഓരോ ഈ 2 മാസവും ഓരോ സീസണാണ്. അപ്പോൾ ആബീബ്, ആദാർ എന്ന് പറയുന്ന 2 മാസം വസന്തകാലമാണ്. തേബേത്ത്, സേബത്ത് എന്ന് പറയുന്ന ആ 2 മാസം ശീതകാലമാണ്. ആ 2 മാസം എന്ന് പറയുന്നത് ഡിസംബർ, ജനുവരിയാണ്, ഫെബ്രുവരിയുടെ ആദ്യം വരെ. അപ്പോൾ യേശുക്രിസ്തു ഈ തേബേത്ത്, സേബേത്ത് എന്ന് പറയുന്ന ഡിസംബർ, ജനുവരി ഈ 2 തണുപ്പുള്ള മാസമാണ്. അപ്പോൾ യേശുക്രിസ്തു ഡിസംബറിലാണ് സ്നാനമേറ്റതെങ്കിൽ യേശുക്രിസ്തു സ്നാനമേറ്റ ഉടനെ മരുഭൂമിയിലേക്കാണ് പോയത്. അപ്പോൾ ഇത് ശീതകാലമാണ്. അപ്പോൾ ശീതകാലം എന്ന് പറഞ്ഞാൽ മനുഷ്യന് അതിശൈത്യമായ, സഹിക്കാൻ പറ്റാത്ത വണ്ണമുള്ള തണുപ്പുള്ള കാലമാണ് ശീതകാലം എന്ന് പറയുന്നത്. ഈ പൗലോസ് അപ്പോസ്തലൻ കപ്പൽ യാത്ര ചെയ്തപ്പോൾ ശുഭതുറമുഖത്ത് ശീതകാലം കഴിക്കുവാൻ ഉള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് ക്രേത്തയിലെ തുറമുഖത്തേക്ക് പോയി അവിടെ ശീതകാലം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ശീതകാലം ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ അധികമൊന്നും അധ്വാനിക്കാതെ സ്വസ്ഥമായിരിക്കുന്ന കാലമാണ് ശീതകാലം എന്ന് പറയുന്നത്. അതിശൈത്യമായ കാലമാണ് ശീതകാലം. അപ്പോൾ യേശുക്രിസ്തു ഡിസംബറിലാണ് സ്നാനമേറ്റതെങ്കിൽ സ്നാനമേറ്റതിന് ശേഷം യേശുക്രിസ്തു 40 ദിവസം മരുഭൂമിയിലേക്ക് പോയി. അപ്പോൾ 40 ദിവസം മരുഭൂമി എന്ന് പറയുന്നത് അവിടെ തുറന്ന പ്രദേശമാണ്. അപ്പോൾ 40 ദിവസം രാവും പകലും യേശുക്രിസ്തു വിജനപ്രദേശത്തായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ 40 ദിവസം ശൈത്യകാലമായിരുന്നില്ല എന്നുള്ളതാണ്. യഹൂദന്മാർ ശൈത്യകാലത്ത് ഇങ്ങനെ പുറത്ത് വസിക്കുകയോ പുറത്ത് സഞ്ചരിക്കുകയോ ചെയ്യുന്ന കാലമല്ല ശൈത്യകാലം. അപ്പോൾ ഡിസംബറിലാണ് യേശുക്രിസ്തു സ്നാനമേറ്റതെങ്കിൽ യേശുക്രിസ്തു സ്നാനമേറ്റതിന് ശേഷം 40 ദിവസം, അതായത് ജനുവരി അവസാനം വരെ, ഡിസംബറിൽ സ്നാനമേറ്റ യേശു ജനുവരി അവസാനം വരെ മരുഭൂമിയിലായിരുന്നു. അപ്പോൾ ഡിസംബറും ജനുവരിയും എന്ന് പറയുന്നത് തേബേത്തും സേബത്ത് എന്ന് പറയുന്ന 2 മാസങ്ങളാണ്. ആ 2 മാസങ്ങൾ ശീതകാലമാണ്. ശീതകാലത്ത് ഒരു കാരണവശാലും യേശുക്രിസ്തു കുറ്റിക്കാടുകളിലും അല്ലെങ്കിൽ വനത്തിലും അല്ലെങ്കിൽ മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് യേശുക്രിസ്തു താമസിക്കുന്നില്ല. രാവും പകലും അവൻ നിർജ്ജന പ്രദേശത്തായിരുന്നു 40 ദിവസം. അപ്പം 40 ദിവസം എന്ന് പറയുന്നത് ഏകദേശം 1.5 മാസം. അപ്പോൾ 1.5 മാസം ശീതകാലമാണ്. ആ ശീതകാലത്ത്, അതിശൈത്യമുള്ള കാലത്ത് യേശുക്രിസ്തു ഒരിക്കലും മരുഭൂമിയിൽ താമസിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു
സ്നാനപ്പെട്ടത് ഡിസംബറിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നാന സമയത്ത് പ്രവൃത്തി ആരംഭിക്കുമ്പോൾ യേശുവിന് 30 വയസ്സായിരുന്നു. അപ്പോൾ ആ 30 വയസ്സ് ഡിസംബറിലാണെങ്കിൽ, യേശു ജനിച്ചത് ഡിസംബറിലാണെങ്കിൽ യേശുവിന് 30 വയസ്സ് തികയുന്നത് ഡിസംബറിലാണ്. അപ്പോൾ സ്നാനപ്പെട്ട സമയത്ത് ശുശ്രൂഷ തുടങ്ങുമ്പോൾ യേശുവിന് 30 വയസ്സായിരുന്നു. അപ്പോൾ സ്നാനം കഴിഞ്ഞ് യേശു പിന്നീടുള്ള 2 മാസം തണുപ്പ് മാസമാണ്. അപ്പോൾ ആ തണുപ്പ് മാസം യേശുക്രിസ്തു ഒരു കാരണവശാലും വനത്തിൽ പോയി അല്ലെങ്കിൽ നിർജ്ജന പ്രദേശത്ത് പോയി കാട്ടുമൃഗങ്ങളോടുകൂടെ പാർക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു സ്നാനപ്പെട്ടത് ഒരു കാരണവശാലും ഡിസംബറിലല്ല. അതായത് യേശുക്രിസ്തുവിന് 30 വയസ്സായത് ഡിസംബർ മാസത്തിലല്ല. യേശുക്രിസ്തു സ്നാനപ്പെട്ടപ്പോൾ 30 വയസ്സായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെട്ടത് ഡിസംബറിലാണെങ്കിൽ യേശുക്രിസ്തു ജനിച്ചത് ഡിസംബറിലാണ്. അപ്പോൾ യേശുക്രിസ്തു സ്നാനപ്പെട്ടത് ഡിസംബറിലാണെങ്കിൽ യേശുക്രിസ്തു 1.5 മാസക്കാലം ശൈത്യകാലം മരുഭൂമിയിൽ കഴിച്ചുകൂട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാരണവശാലും യേശുക്രിസ്തു ശൈത്യകാലം മരുഭൂമിയിൽ കഴിച്ചുകൂട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു സ്നാനപ്പെട്ടത് ഡിസംബർ മാസത്തിലല്ല. അപ്പോൾ യേശുക്രിസ്തു അല്ലെങ്കിൽ യഹൂദന്മാരുടെ പെസഹ എന്ന് പറയുന്നത് വസന്തകാലത്തിലാണ്. വസന്തകാലത്തിന് മുമ്പ് ഉള്ള 2 കാലങ്ങൾ ഞാൻ പറയാം. ഒന്ന് ശീതകാലവും ഒന്ന് ഹേമന്തകാലവുമാണ്. ഹേമന്തകാലം എന്ന് പറയുന്നത് ബൂൽ മാസവും കിസ്ലേവ് മാസവുമാണ് ഹേമന്തകാലം എന്ന് പറയുന്നത്. അപ്പോൾ ഹേമന്തകാലം എന്ന് പറയുന്നത് ഒക്ടോബർ മാസം മുതൽ ഡിസംബർ മാസത്തിൻ്റെ ആദ്യം വരെ, അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളെയാണ് ഹേമന്തകാലം എന്ന് പറയുന്നത്. അതിനെ ബൂൽ കിസ്ലേവ് മാസം എന്ന് പറയും. ആ 2 മാസങ്ങളാണ് ഹേമന്തകാലം. അത് തുടങ്ങുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ ആദ്യം വരെ, ആ 2 മാസത്തെ സീസണാണ് ഹേമന്തകാലം. അപ്പോൾ ഈ ഹേമന്തകാലമായ ബൂൽ മാസം എന്ന് പറയുന്നത് ഒക്ടോബർ മാസം, അതായത് ബൂൽ മാസത്തിൻ്റെ പകുതിയിൽ ഒക്ടോബർ മാസത്തിൽ യേശുക്രിസ്തു സ്നാനപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസംബർ ആരംഭിക്കുമ്പോഴാണ്, അതായത് തേബേത്ത് ആരംഭിക്കുമ്പോഴാണ് തണുപ്പ് തുടങ്ങുന്നത്. അപ്പോൾ യേശുക്രിസ്തു തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യേശുക്രിസ്തു 40 ദിവസം മരുഭൂമിയിൽ ഉപവാസം കഴിഞ്ഞ് മരുഭൂമിയിൽ നിന്ന് തിരിച്ച് ഗലീലയിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ യേശുക്രിസ്തു സ്നാനപ്പെട്ട സമയത്ത് യേശുക്രിസ്തുവിന് 30 വയസ്സായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു ഒക്ടോബറിലാണ് സ്നാനപ്പെട്ടത്. യേശുക്രിസ്തുവിന് ഒക്ടോബറിൽ 30 വയസ്സായിരുന്നു. ഒക്ടോബറിൽ യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് പോയി നവംബർ 30 അവസാനം വരെ, അതായത് 40 ദിവസം, ഒക്ടോബർ ഏതാണ്ട് പകുതി മുതൽ നവംബർ അവസാനം വരെ യേശുക്രിസ്തു മരുഭൂമിയിലായിരുന്നു. അതിനുശേഷം യേശു ഗലീലയ്ക്ക് തിരിച്ചു വന്നു. പിന്നെ യേശുക്രിസ്തു ശിഷ്യന്മാരെ ശേഖരിക്കുകയാണ്, ശിഷ്യന്മാരെ കൂട്ടുകയാണ്. അങ്ങനെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് യേശുക്രിസ്തു ആബീബ് മാസമായപ്പോൾ, അതായത് ആബീബ് മാസം ആധാർ മാസം കൂടുന്ന വസന്തകാലം, ആബീബും ആധാറും ആ 2 മാസങ്ങളെയാണ് വസന്തകാലം എന്ന് പറയുന്നത്. ആ വസന്തകാലത്ത് പെസഹ ആഘോഷിക്കാനായിട്ട് യേശുക്രിസ്തു യെരുശലേമിലേക്ക് പോവുകയാണ്. ആ യെരുശലേമിലേക്ക് പോകുന്നതിന് മുമ്പ് യേശുക്രിസ്തു ശിഷ്യന്മാരും അമ്മയും സഹോദരന്മാരും യേശുക്രിസ്തുവും കൂടെ കമർന്നഹൂമിലേക്ക് പോയി. കമർന്നഹൂമിൽ കുറച്ച് നാൾ താമസിച്ചു. അവിടെ ഏറെ നാൾ പാർത്തില്ല, കുറച്ച് നാളെ പാർത്തുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ അവിടെ പാർത്തതിന് ശേഷം പെസഹ അടുത്ത് വന്നതുകൊണ്ട് യേശുക്രിസ്തു യെരുശലേമിലേക്ക് പോയി. അപ്പോൾ ഞാനിങ്ങനെ പറയാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒക്ടോബർ മാസത്തിൽ, അതിനെ നമ്മൾ എന്നു പറയുന്നറിയോ, ഹേമന്തകാലം. ഹേമന്തകാലത്ത് യേശുക്രിസ്തു സ്നാനപ്പെടുകയും
ഉപവസിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീടുള്ളത് തേബത്ത് സേബത്ത് എന്ന് പറയുന്ന ശീതകാലമാണ്. അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയുടെ ആദ്യം വരെ. ആ കാലത്ത് യേശുക്രിസ്തു ശിഷ്യന്മാരെ ചേർക്കുവാനുള്ള അവസരമായി കണ്ടു. പിന്നീട് യേശുക്രിസ്തു വസന്തകാലത്ത്, അതായത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ പെസഹ ആഘോഷിക്കുകയാണ്. ആ പെസഹ ആഘോഷിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പം 40 ദിവസം, അതായത് ഒക്ടോബർ മാസം മുതൽ നവംബർ അവസാനം വരെ യേശുക്രിസ്തുവിന് ശിഷ്യന്മാരില്ലായിരുന്നു. യേശുക്രിസ്തു മരുഭൂമിയിൽ ഉപവാസത്തിലായിരുന്നു. എന്നാൽ അതിനുശേഷം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഉള്ള കാലയളവിൽ യേശുക്രിസ്തു ശിഷ്യന്മാരെ ചേർത്തു എന്നുള്ളതാണ്. അതിനുശേഷം തുടങ്ങുന്ന മാർച്ച് ഏപ്രിൽ മാസമായ വസന്തകാലം എന്ന് പറയുന്നത് പറഞ്ഞു ആദാറ് ആബീബും മാസങ്ങളാണ് വസന്തകാലം. അപ്പൊ വസന്തകാലത്തിൽ ആഘോഷിക്കുന്ന പെസഹയ്ക്ക് പങ്കെടുക്കാനായിട്ട് യേശുക്രിസ്തു പോകുമ്പോൾ യേശുക്രിസ്തുവിന് ശിഷ്യന്മാരും കൂടെയുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഒക്ടോബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള ഈ 6 മാസം, അപ്പൊ യേശു സ്നാനപ്പെട്ടതിന് ശേഷം 6 മാസം കഴിഞ്ഞാണ് യേശുക്രിസ്തുവും ശിഷ്യന്മാരും പെസഹ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ പെസഹ വസന്തകാലത്താണ്. അതിനു മുമ്പ് ശീതകാലമുണ്ട്. ശീതകാലത്തിന് മുമ്പ് ഹേമന്തകാലമുണ്ട്. ഹേമന്തകാലമായ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ യേശുക്രിസ്തു സ്നാനവും ഉപവാസവും കഴിച്ചു. പിന്നെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയുടെ ആദ്യം വരെയുള്ള ശീതകാലമാണ്. ശീതകാലത്ത് യഹൂദന്മാർ അധികം പുറത്തിറങ്ങുകയും പ്രവർത്തിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന കാലമല്ല ശീതകാലം. അപ്പോൾ ആ കാലയളവിൽ യേശുക്രിസ്തു ശിഷ്യന്മാരെ ചേർത്തിരിക്കാം. അതിനുശേഷം യേശു വസന്തകാലമായ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ആഘോഷിക്കുന്ന പെസഹ ആഘോഷിക്കാനായി യേശുക്രിസ്തു പോയി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 കാലങ്ങൾ 6 മാസം, അതായത് ഹേമന്തം, ശീതം, വസന്തം. അപ്പൊ ഹേമന്തത്തിൽ യേശുക്രിസ്തു സ്നാനപ്പെട്ടു. ശീതകാലത്ത് യേശുക്രിസ്തു അധികം പ്രവർത്തിക്കാതെ ശിഷ്യന്മാരെ ചേർത്തു. വസന്തകാലത്തിൽ യേശുക്രിസ്തു പെസഹയ്ക്ക് പോയി. അപ്പൊ യേശുക്രിസ്തു സ്നാനം കഴിഞ്ഞ് ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോഴാണ് പെസഹ ആഘോഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസംബറിലാണ് യേശുക്രിസ്തു സ്നാനപ്പെട്ടത് 30 വയസ്സായെങ്കിൽ യേശുക്രിസ്തു ശീതകാലം വനത്തിൽ കഴിച്ചു എന്നുള്ളതാണ്. അതൊരു കാരണവശാലും സാധ്യമല്ല. അതിശൈത്യമുള്ള ശീതകാലം യേശുക്രിസ്തു കാട്ടുമൃഗങ്ങളോടുകൂടെ കാട്ടിലായിരുന്നില്ല. അത് മാത്രമല്ല, ഡിസംബറിലാണ് യേശുക്രിസ്തു സ്നാനമേറ്റതെങ്കിൽ പെസഹയ്ക്ക് 6 മാസം തികയത്തില്ല. അപ്പോൾ യേശുക്രിസ്തു സ്നാനപ്പെട്ടതിന് ശേഷം 6 മാസം, അതായത് 3 സീസൺ, 3-ാം സീസണിലാണ് വസന്തകാലം. ആ വസന്തകാലത്താണ് പെസഹ. അപ്പോൾ അതിനു മുമ്പ് 2 കാലങ്ങളുണ്ടായിരുന്നു, ഹേമന്തകാലവും ശീതകാലവും. ആ 2 കാലം കഴിഞ്ഞ് 3-ാമത്തെ കാലം, അതായത് യേശുക്രിസ്തു സ്നാനപ്പെട്ടതിന് ശേഷം 6-ാമത്തെ മാസമാണ് പെസഹ ആഘോഷിക്കുന്നത്. അപ്പോൾ ആ 6 മാസത്തിനുള്ളിൽ യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചു. അന്നേരം ശിഷ്യന്മാരുണ്ടായിരുന്നില്ല. പിന്നീടുള്ള 2 മാസക്കാലം യേശുക്രിസ്തു ശിഷ്യന്മാരെ സ്വരൂപിച്ചു. അതിനുശേഷം ഉള്ള പിന്നീടുള്ള വസന്തകാലത്ത് ഈ പെസഹ ആഘോഷിക്കാനായി യേശുക്രിസ്തു ശിഷ്യന്മാരുമായി കമർന്നഹൂമിലേക്ക് പോയി. അവിടെ നിന്ന് യേശുക്രിസ്തു പെസഹയുടെ സമയത്ത് യെരുശലേമിലേക്ക് പോയി. അപ്പോൾ യേശുക്രിസ്തു സ്നാനമേൽക്കുമ്പോൾ യേശുക്രിസ്തുവിന് 30 വയസ്സായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു സ്നാനമേറ്റത് ഒക്ടോബറിലാണ്. അപ്പോൾ ഒക്ടോബറിൽ 30 വയസ്സായ യേശുക്രിസ്തു ഒക്ടോബറിലാണ് ജനിച്ചത്. ജനിച്ച മാസം കൊണ്ട് കണക്ക് കൂട്ടിയാണല്ലോ ഒരു വയസ്സ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒക്ടോബറിൽ ജനിച്ച മനുഷ്യൻ ഒക്ടോബറിലാണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ യേശുക്രിസ്തു ഡിസംബറിലല്ല ജനിച്ചത്. ഡിസംബറിൽ ജനിച്ചാൽ ഡിസംബറിലാണ് ബർത്ത്ഡേ. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ബർത്ത്ഡേ ഡിസംബറിലല്ല, അത് ഒക്ടോബറിലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ജനിക്കുന്ന ദിവസം, ആ ജനിച്ച മാസമാണ്, ഒരു വർഷം തികയുമ്പോഴാണ് ബർത്ത്ഡേ. യേശുക്രിസ്തുവിന് സ്നാനമേൽക്കുമ്പോൾ 30 വയസ്സ്.
യേശുക്രിസ്തു സ്നാനമേറ്റത് ഹേമന്തകാലം. ഹേമന്തകാലം കഴിഞ്ഞ് ശീതകാലം, ശീതകാലം കഴിഞ്ഞ് വസന്തകാലം. വസന്തകാലത്ത് പെസഹ ആഘോഷിച്ച യേശു ശീതകാലത്ത് ശിഷ്യന്മാരെ ചേർത്ത് ഹേമന്തകാലത്ത് സ്നാനപ്പെട്ട് ഉപവസിച്ചു. തിരിച്ച് ഞാനിങ്ങനെ പറയാം. ഹേമന്തകാലത്ത്, അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ, ഒക്ടോബറിൽ സ്നാനപ്പെട്ട് നവംബർ മാസം ഉപവസിച്ച് നവംബർ മാസത്തിന് ശേഷം ഡിസംബർ ജനുവരി മുതൽ ഫെബ്രുവരി ആദ്യം വരെ ശീതകാലം. ശീതകാലത്തിൽ യേശുക്രിസ്തു പരശുശ്രൂഷ ചെയ്തിട്ടില്ല, ശിഷ്യന്മാരെ വിളിക്കുന്നു. അതിനുശേഷം മാർച്ച് ഏപ്രിൽ മാസമായ വസന്തകാലത്തിൽ യഹൂദന്മാരുടെ പെസഹ ആഘോഷിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ കൂട്ടി പെസഹ ആഘോഷിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ സ്നാനമേറ്റത് മുതൽ പെസഹ വരെ 3 സീസൺ, 6 മാസം. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജനനം ഒക്ടോബർ മാസത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഡിസംബറിലാണ് ജനിച്ചതെങ്കിൽ യേശുക്രിസ്തു 40 ദിവസം യേശുക്രിസ്തുവിന് കാട്ടിൽ ഉപവസിക്കാൻ സാധ്യമല്ല, കാരണം അത് ശൈത്യകാലമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ഒക്ടോബറിൽ സ്നാനപ്പെട്ടു. അപ്പോൾ ഒക്ടോബർ ഏകദേശം ഒരു പകുതിയോട് കൂടിയാണെന്ന് വിചാരിക്കാം. അതിനുശേഷം യേശു 40 ദിവസം, അപ്പോൾ അതായത് നവംബർ 30 വരെ, അല്ലെങ്കിൽ നവംബർ അവസാനം വരെ യേശുക്രിസ്തു ഒക്ടോബറിൽ സ്നാനപ്പെട്ട് നവംബറിൽ ഉപവസിച്ച് ഡിസംബർ ജനുവരിയിൽ തണുപ്പ് കാലത്ത് ശിഷ്യന്മാരെ ചേർത്ത് വസന്തകാലമായ മാർച്ച് ഏപ്രിൽ മാസത്ത് പെസഹ ആഘോഷിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം വേദപുസ്തകത്തിൻ്റെ ഈ കണക്കനുസരിച്ച്, ഞാനിത് ചരിത്രത്തിലേക്കൊന്നും പോയില്ല, ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാനിത് പറഞ്ഞത്, വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയും ശിഷ്യന്മാരെ വിളിച്ചതും യേശുക്രിസ്തുവിൻ്റെ ആഘോഷത്തെയും യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തെയും കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. യേശുക്രിസ്തു ജനിച്ചത് ഡിസംബറിലല്ല, യേശുക്രിസ്തു ജനിച്ചത് ഒക്ടോബറിലാണ്. കാരണം യേശുക്രിസ്തു സ്നാനമേൽക്കുമ്പോൾ യേശുവിന് 30 വയസ്സായിരുന്നു. ആ 30 വയസ്സ് ഒക്ടോബറിലാണ്. അപ്പോൾ ഒക്ടോബറിൽ 30 വയസ്സായ യേശുവിൻ്റെ ജനന ദിവസം ഒക്ടോബറാണ്. യേശുക്രിസ്തുവിൻ്റെ ജനന ദിവസം ഡിസംബർ ആണെങ്കിൽ ഡിസംബർ യേശുവിന് 30 വയസ്സാവും. അപ്പോൾ യേശുവിന് 30 വയസ്സാവുമ്പോൾ യേശുക്രിസ്തു 30 വയസ്സിൽ ഡിസംബറിലാണ് സ്നാനപ്പെട്ടതെങ്കിൽ ഈ അതിശൈത്യകാലത്തെ യേശുക്രിസ്തു ഉപവസിച്ചിട്ടില്ല. അതുകൊണ്ട് ഡിസംബറിലല്ല യേശുക്രിസ്തു ജനിച്ചത്, മറിച്ച് യേശുക്രിസ്തു ഒക്ടോബറിലാണ് ജനിച്ചത്. അപ്പോൾ ഒക്ടോബറിൽ ജനിച്ച് ഒക്ടോബറിൽ സ്നാനപ്പെട്ട്, അപ്പം ഒക്ടോബറിൽ ജനിച്ച യേശുവിന് ഒക്ടോബറിൽ 30 വയസ്സായി. ആ 30ാമത്തെ വയസ്സിൽ യേശുക്രിസ്തു സ്നാനപ്പെട്ട് ശുശ്രൂഷ ആരംഭിച്ചു. അപ്പോൾ യേശു ജനിച്ചത് BC 4 ആണ് എന്നും 2 മുതൽ 7 വരെയാണെന്ന് ഇങ്ങനെ വിവിധ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ശുശ്രൂഷ തുടങ്ങുന്നത് കർത്താവിൻ്റെ വർഷം, അതായത് AD 26 യേശു ക്രൂശിക്കപ്പെടുന്നത് AD 30 എന്ന് പറയുന്നത്. അതൊക്കെ ചരിത്രങ്ങളാണ്. അപ്പം ഞാൻ ചരിത്രങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ യേശുക്രിസ്തുവിന് 30 വയസ്സിൽ സ്നാനപ്പെട്ടു. ആ 30 വയസ്സ് ഒക്ടോബർ മാസത്തിലാണ്. അപ്പോൾ യേശു സ്നാനപ്പെട്ടത് 30ാമത്തെ വയസ്സിലായതുകൊണ്ട് യേശു ജനിച്ചത് ഒക്ടോബർ മാസത്തിലാണ്. അത് ഹേമന്തകാലമാണ്, അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളാണ്. അതിനുശേഷം വരുന്നത് ശീതകാലമാണ്, ശൈത്യകാലമാണ്. ആ ശൈത്യകാലം ശിഷ്യന്മാരെ ചേർത്തു. അതിനുശേഷം വസന്തകാലത്താണ് യേശു പെസഹ ആഘോഷിച്ചത്. അപ്പോൾ സ്നാനം മുതൽ പെസഹ വരെ 6 മാസമുണ്ട്, 3 സീസണുണ്ട്. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു ജനിച്ചത് ഡിസംബറിലല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം യേശുക്രിസ്തു സ്നാനം കഴിഞ്ഞ് നേരെ ഉപവസിക്കാനാണ് പോയത്. ഉപവസിച്ചത് ശൈത്യകാലത്തല്ല. അതുകൊണ്ട് യേശുക്രിസ്തു ജനിച്ചത് ഡിസംബറിലല്ല, യേശുക്രിസ്തു ജനിച്ചത് ഒക്ടോബറിലാണ്. ദിവസം പറയാൻ പറ്റത്തില്ല, ജനിച്ച തീയതി പറയാൻ പറ്റത്തില്ല, പക്ഷേ യേശു ജനിച്ച മാസം ഒക്ടോബറാണ് എന്ന് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നാനവും ആദ്യത്തെ പെസഹയും കണക്ക് കൂട്ടിക്കൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. യേശുക്രിസ്തു ജനിച്ചത് ഒക്ടോബറിലാണ്. യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ പെസഹയും യേശുക്രിസ്തുവിൻ്റെ സ്നാനവും തമ്മിലുള്ള കാലപരിധി നമ്മൾ കണക്ക് കൂട്ടിയാൽ യേശുക്രിസ്തു സ്നാനപ്പെട്ടതും ഒക്ടോബറിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ വീഡിയോയുടെ ഹെഡിങ് ഞാൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്.
ഒക്ടോബറിൽ യേശു ജനിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 25-ാം തീയതി ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം സത്യാന്വേഷിയാണെങ്കിൽ, വേദപുസ്തകത്തെ അംഗീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ വേദപുസ്തക പ്രകാരം യേശുക്രിസ്തുവോ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോ ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ നിർദ്ദേശിച്ചിട്ടില്ല. യേശുക്രിസ്തു ജനന ദിവസം ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് യേശുവിൻ്റെ മരണദിവസം ആഘോഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് യേശുക്രിസ്തു മരിക്കുന്ന സമയം പെസഹയുടെ പിറ്റേ ദിവസമാണ്. അപ്പോൾ പെസഹയുടെ അന്ന് യേശുക്രിസ്തു തിരുവത്താഴം എന്ന് പറഞ്ഞ ഒരു ശുശ്രൂഷ സ്ഥാപിച്ചു. എന്നിട്ട് യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കുന്ന ശുശ്രൂഷയാണ് തിരുവത്താഴം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കാനാണ് യേശുക്രിസ്തു പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ഓർക്കാൻ യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ഓർക്കാൻ യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാരും യേശുവിൻ്റെ ജനനത്തെ ഓർത്തിട്ടുമില്ല. മാത്രമല്ല, ആദിമസഭയിൽ യേശുക്രിസ്തുവിൻ്റെ ജനന ദിവസം ആഘോഷിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗരസൗരന്മാരെ, യേശുക്രിസ്തുവിൻ്റെ ജനന ദിവസമല്ല ആഘോഷിക്കേണ്ടത്, യേശുക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന തിരുമേശയിൽ നിന്ന്, കർത്തൃമേശയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മുടെ പെസഹ കുഞ്ഞാടാണെന്ന് സെന്റ് പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞത്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു, അപ്പോൾ അങ്ങനെ ആ ഉത്സവം ആചരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണദിവസമാണ്, മരണമാണ് നമ്മൾ ഓർക്കുന്നത്, ജനനം നമ്മൾ ആഘോഷിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് സത്യം യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യേണ്ട കാര്യം യേശുവിൻ്റെ തിരുവത്താഴ ശുശ്രൂഷയാണ്. ജനന ദിവസം ഓർക്കണമെന്ന് യേശുക്രിസ്തു പറഞ്ഞില്ല, ശിഷ്യന്മാരാരും ഓർത്തില്ല, ആദിമസഭ അത് ആചരിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, ഡിസംബർ 25 എന്ന് പറയുന്നത് ക്രിസ്തുമസ് എന്ന് പറയുന്ന ആ ആഘോഷത്തിന് എക്സ്മസ് എന്നാണ് പറയുന്നത്. എക്സ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസ് എന്നല്ല. എക്സ് എന്ന് പറഞ്ഞാൽ ആരോ ഏതോ എന്തോ നിശ്ചയമല്ലാത്ത കാര്യത്തിനാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസംബറിൽ ഒരു എക്സ്മസ് ഉണ്ട്, അത് യേശുവിൻ്റെ ജനന ദിവസമല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.